വിഷമുണ്ടല്ലേ? അതൊക്കെ എന്തിനാ നീ അറിയുന്ന? ഞാൻ വിഷമിക്കോ വിഷമിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്യും. നിനക്കെന്താ പ്രശ്നം? അല്ല, അഭിനയം അസലാവുന്നുണ്ടെന്ന് പറയായിരുന്നു. ദുഃഖം അഭിനയിക്കാനേ ഇന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. എന്തോ ഒറിജിനാലിറ്റിയാ. ആ കണ്ണും മൂക്കും മുഖം മുഴുവനും അഭിനയിക്കും. ഞാൻ അഭിനയിക്കുമെന്നാണോ നീ വിചാരിച്ചേ? പിന്നല്ലാതെ. ഇനി ഒറ്റ കാര്യം കൂടി അറിഞ്ഞാ മതി. അല്ല, ഈ ഗ്ലിസറിൻ നീ എവിടെയാ സൂക്ഷിക്കുന്ന? ഇത്ര പെട്ടെന്ന് നിനക്ക് കരയാൻ പറ്റുന്ന? ഉള്ളിൽ സങ്കടമുള്ള ഒരാൾക്ക് കരയാൻ ഗ്ലിസറിനൊന്നും ആവശ്യമില്ല. അത് നിനക്ക് മനസ്സിലാകാത്തത് നിന്റെ ജീവിതം മുഴുവൻ അഭിനയമായതുകൊണ്ടാ. മതിയടി എന്നെ പറഞ്ഞത്. ഇതിനൊക്കെ നിനക്ക് കണക്ക് പറയേണ്ടി വരും. ദൈവം നിന്നെ അങ്ങനെ അങ്ങ് വിട്ടുകളയാനൊന്നും പോകുന്നില്ല. പിടിക്കും, പിടിച്ചിരുത്തും. ചിലപ്പോ നിത്യ കിടത്തിയതുപോലെ കിടത്തുകയും ചെയ്യും. വേണ്ടോ വേണ്ടോന്ന് വെക്കുമ്പോ തലേ കയറും അല്ലേ? ഇതെന്റെ വീടാ. ഇവിടെ നിനക്ക് വരാം. വന്ന കാര്യം ചെയ്തിട്ട് തിരിച്ചങ്ങ് പൊയ്ക്കോണം. ഈ വക സംസാരമായിട്ട് എന്റെ മുന്നിലേക്ക് വന്നാലുണ്ടല്ലോ. അപ്പൊ നീ വയലന്റ് ആയി തുടങ്ങിയല്ലേ? ഇനിയും വയലന്റോ? നീ ഒന്നും മര്യാദക്ക് അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്റെ മുന്നിൽ. എന്റെ മുഖം കാണുന്ന പോലെ എനിക്കിഷ്ടല്ല. എന്റെ ഭർത്താവിന്റെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമാണല്ലോ. അത് മതി. പോടി. പോവാൻ. ഒച്ച വെക്കണ്ട. പോവാൻ തന്നെയാ വന്നത്. ഒന്ന് നീ മനസ്സിലാക്കിക്കോ. നീ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിത്യം മരിച്ചത് എങ്ങനെയാണെന്നുള്ള സത്യം ഒരു ദിവസം പുറത്തു വരും. അന്ന് നിനക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. സത്യം പുറത്തു വരാൻ തന്നെയാടി ഞാൻ കാത്തിരിക്കുന്നത്. ഒന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഞാനായിരിക്കും. ഓടിന്റെ മുന്നിൽ ഇറങ്ങി പോവാൻ. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ വടി കൊടുത്ത് അടി വാങ്ങാൻ? പ്രഭാവതി അമ്മേ, അവളാ നിത്യയുടെ മരണത്തിന് കാരണം. അത് ചോദിച്ചാണ് അവൾ ദേഷ്യപ്പെട്ടത്. പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ? എന്തിനാ നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇല്ലാത്ത കാര്യങ്ങള്? അതെ, നിത്യയുടെ മരണവുമായിട്ട് ദേവികയ്ക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് എനിക്കറിയാം. അവളല്ല അതിന്റെ പിന്നിൽ. എടി, ഇതൊരു വീടാ. ഇവിടെ വന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. ഒഴിച്ചാ തീ ആളിപ്പടരും. അതിൽപ്പെട്ട് കത്തിച്ചാമ്പലാവുന്നത് ചിലപ്പോ നീ ആയിരിക്കും. പ്രഭാവതി അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളെപ്പോ പോലെ ദേവികയുടെ പക്ഷം ചേർന്നത്? ഞാൻ ആരുടെയും പക്ഷത്തൊന്നുമല്ല. ഞാൻ സത്യത്തിന്റെ കൂടെയാ. സത്യം ദേവികയുടെ കൂടെ. ദേവിക അല്ലെങ്കിൽ പിന്നെ ആരാ നിത്യയുടെ മരണത്തിന് കാരണം? അത് പോലീസ് കണ്ടുപിടിച്ചോളൂ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. നീ എന്തിനാ ഇതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചോണ്ട് നടക്കുന്നേ? മരിച്ച നിത്യ നിന്റെ ആരെങ്കിലും ആണോ? ശരത്ത് കെട്ടാനിരുന്ന പെണ്ണല്ലേ? അതെ, ആ ഭാഗത്തേക്കൊന്നും അധികം പോവാതിരിക്കുന്നതാ നല്ലത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞെന്ന്? നിനക്ക് എന്തൊക്കെ അറിയണ്ടേ? ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞു എന്നെങ്ങാനും ശരത്തിനോട് ചെന്ന് പറഞ്ഞ ദേവിക നിന്റെ കഴുത്തിലേ പിടിച്ചോളൂ. ഞാൻ കഴുത്ത് നെരിച്ചങ്ങ് കൊല്ലും. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല.
പറയുന്നോണ്ട് വിഷമൊന്നും തോന്നരുത്. നീയൊരു വിഷവാ, കോള കൂടെ വിഷം. അതുകൊണ്ടാ നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ലാത്തത്. സകലരുടെയും കുറ്റം അന്വേഷിച്ച് നടന്നോ? ഒടുക്കം എല്ലാവരും കൂടി നിന്നെ ജീവനോടെ കുഴിച്ചു മൂടും. അപ്പം നീ പഠിക്കും, അപ്പോഴേ പഠിക്കൂ.